ജനങ്ങൾ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നുണ്ട്. ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്ന 5 ദിവസം അവർ വേർതിരിക്കപ്പെട്ട ജീവിതം നയിക്കും. 6ാമത്തെ ദിവസം തൊട്ട് വേർതിരിക്കപ്പെട്ട ജീവിതം മാറി. ഈ 5 ദിവസം മാറിയിരുന്നതിന്റെ കൂടെ പലിശ കൂടെ അടക്കമാണ് പിന്നീട് ലോകത്തിലേക്ക് ആളുകൾ എടുത്ത് ചാടുന്നത്. അതോടുകൂടി ഈ 5 ദിവസം എല്ലാം ഉപേക്ഷിച്ച് വേർതിരിക്കപ്പെട്ടിട്ട് ഇരുന്നതിന്റെ മുഴുവൻ ഫലവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലരും പഴയതിനേക്കാൾ മോശപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ്. അബ്രഹാം എന്ന് ഒരു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. സത്യദൈവം ആരാണെന്ന് അറിയാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അബ്രഹാം. പക്ഷെ അബ്രഹാമിന് കൊച്ചിലെ തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവത്തെ അറിയണം, ദൈവം ആരാണെന്ന് അറിയണം. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയണം, അബ്രഹാം, അബ്രഹാം, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുജനങ്ങളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാനും ശപിക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, നിന്റെ പേരിനെ ഞാൻ ഉയർത്തും, നീ ഒരു അനുഗ്രഹമായിരിക്കും. Abraham, you will become a blessing. I will bless you and you will become a blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാവും. പക്ഷെ അതിന് ഒരു കാര്യമുണ്ട്. ഈ അനുഗ്രഹം പ്രാപിക്കണമെങ്കിലുള്ള ആദ്യത്തെ വ്യവസ്ഥ സെപ്പറേഷനാണ്, വേർതിരിക്കപ്പെടണം. എന്തിൽ നിന്നോ ചിലതിൽ നിന്ന് അബ്രഹാം വേർതിരിക്കപ്പെടണമായിരുന്നു. ബന്ധുജനങ്ങളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, പിതൃഭവനത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവന് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലോക മനുഷ്യർ കാണുന്നതെല്ലാം കാണുകയും ലോക മനുഷ്യർ കേൾക്കുന്നതെല്ലാം കേൾക്കുകയും ലോക മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും ലോക മനുഷ്യർ ചെയ്യുന്നതെല്ലാം ചെയ്യുകയും ലോക മനുഷ്യർ പോകുന്നിടത്തെല്ലാം പോവുകയും ലോക മനുഷ്യർ ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുകയും ചെയ്തിട്ട് ലോക മനുഷ്യർക്ക് കിട്ടാത്ത സ്വർഗത്തിന്റെ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. നമ്മൾ ലോകത്തെ വിതച്ചാൽ നമ്മൾ ലോകത്തെ കൊയ്യും. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഡു നോട്ട് ലവ് ദ വേൾഡ്. ഈ ലോകം ദൈവത്തിന് എതിരാണ്. ഈ ലോകമെന്ന് പറയുന്ന സിസ്റ്റം ദൈവത്തെ വേദനിപ്പിക്കുന്ന സിസ്റ്റമാണ്. ദൈവത്തിന് ഒരു വിലയും കൊടുക്കാത്ത ഒരു സിസ്റ്റമാണ്. ദൈവത്തിന് വേദനിച്ചോ ഇല്ലയോ എന്ന് ചിന്തിക്കാത്ത ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കരുത് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 16 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹത്തോടെ വേർതിരിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി വിളിക്കുകയാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എന്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ടിറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് മക്കളുമായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അപ്പനായിട്ട് കിട്ടണമെങ്കിൽ, ദൈവത്തെ അപ്പ എന്ന് വിളിക്കണമെങ്കിൽ, ദൈവം എന്തോ എന്ന് വിളിക്കുന്ന മറുപടി കേൾക്കണമെങ്കിൽ, അപ്പ എന്ന് വിളിക്കുമ്പോൾ അവിടെ നിറങ്ങി വന്ന് കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ, അപ്പന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മകളിലും ഇറങ്ങി വരണമെങ്കിൽ, അപ്പന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ അവരെ വിട്ട് ഇറങ്ങി വരികയും സെപ്പറേഷൻ, വേർതിരിവ്, വേർതിരിക്കപ്പെടാതെ ദൈവത്തോടുകൂടെ ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മാതാപിതാക്കൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു വിടുമായിരുന്നു, മോനെ, പഠിക്കാതെ സിനിമയും കണ്ട് ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത്. ടീച്ചർമാരെ അനുസരിക്കാത്ത കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത്. ടീച്ചർമാരെ ചീത്ത വിളിക്കുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത്. ചീത്ത പുസ്തകങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത്. മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ കൂടെ നീ കൂട്ടുകൂടരുത്. ഇത് ഹൈസ്കൂളിൽ പോയപ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ പറഞ്ഞ് സ്കൂളിലേക്ക് വിട്ട സമയത്ത് പറഞ്ഞു തന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഇത് പറഞ്ഞു കൊടുക്കാത്ത ഒത്തിരി മാതാപിതാക്കൾ ഉണ്ടായിരുന്നു കാണും. അതുകൊണ്ട് തന്നെ 7-ാം ക്ലാസ് വരെ വളരെ നല്ല സ്വഭാവം ഉണ്ടായിരുന്ന പല കുട്ടികളും 8-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുകയും അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അത് തകർത്ത് കളയുകയും ചെയ്യുന്നത്. കാരണം എന്താണ്? വേർതിരിക്കപ്പെട്ട ജീവിതം ഇല്ല, ഒരു സെപ്പറേഷൻ ഇല്ല. സോളമൻ രാജാവിന് എന്താണ് സംഭവിച്ചത്? ദൈവം പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്ത മനുഷ്യനാണ്, ജ്ഞാനം കൊടുത്ത മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യന്റെ പതനം എന്ന് പറയുന്നത് ധൈര്യമാണ്.
കാരണം കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ എല്ലാം ഇദ്ദേഹം ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. ഏതെല്ലാം രാജ്യത്ത് ചെല്ലുന്നു അവിടുത്തെ എല്ലാ പെണ്ണുങ്ങൾ അദ്ദേഹത്തിന് വേണം. ദൈവം പ്രത്യേകം പറഞ്ഞിരുന്നു, മോനെ, നിന്റെ ജനത്തിൽ നിന്ന് മാത്രമേ നീ വിവാഹം കഴിക്കാവൂ. മറ്റ് ജനതകളെ നീ കല്യാണം കഴിച്ചാൽ അവരുടെ ആരാധനാ രീതികളിലേക്ക് നിന്നെ പിടിച്ചുകൊണ്ട് പോവുകയും നീ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. നീ വേർതിരിക്കപ്പെടണം. പക്ഷേ സോളമൻ വേർതിരിഞ്ഞ് ജീവിച്ചില്ല, വേർതിരിക്കപ്പെട്ട ആരാധന നടത്തിയില്ല. അവൻ വിജാതീയ സ്ത്രീകളെ കല്യാണം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, അവന്റെ മനസ്സിനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുകയും സോളമൻ ഒരു വിഗ്രഹാരാധകനായി മരിക്കുകയും ചെയ്യുന്നു. വാട്ട് എ ട്രാജഡി! എത്ര തകർന്ന വേദനാജനകമായ അനുഭവം! ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനം കൊടുത്ത് സിംഹാസനത്തിൽ ഇരുത്തി ദൈവത്തിന് വേണ്ടി ആലയം പണിത മനുഷ്യൻ, ദാവീദിന് പോലും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ആലയം പണിത് വലിയ പേര് നേടിയ മനുഷ്യൻ, ഷേബാരാക്കി കിലോമീറ്ററുകൾ ദൂരെ നിന്ന് സന്ദർശിച്ച് ജ്ഞാനം കണ്ട് പുകഴ്ത്തി കടന്നുപോയ മനുഷ്യൻ, ലോകം മുഴുവൻ സോളമന്റെ ജ്ഞാനം ഒരു കാലത്ത് അറിഞ്ഞിരുന്നു. ഈ മനുഷ്യൻ വിഗ്രഹാരാധകനായി പ്രിയപ്പെട്ടവരെ അധപ്പതിച്ചു മരിക്കുകയാണ്. കാരണം ഒന്നേ ഉള്ളൂ, വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം അവൻ നയിച്ചില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ സ്തുതിപ്പുള്ളവരായിരിക്കാം, ഉപവാസം എടുക്കുന്നതായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വേർതിരിക്കപ്പെടാത്തൊരു ജീവിതമാണെങ്കിൽ, ലോക മനുഷ്യർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷയില്ല. നമുക്ക് അഭിഷേകത്തിൽ ജീവിക്കാൻ പറ്റില്ല. ദൈവത്തോടു കൂടെ നമുക്ക് പോകാനായിട്ട് പറ്റുകയില്ല. മൂന്നാമതായിട്ട്, ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടുന്ന എന്തിനാണെന്നറിയാമോ? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ബൈബിളിൽ അടിവരയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട വചനമാണ്. സ്നേഹത്തിൽ ഈശോയോട് ഒട്ടി നിൽക്കണം. വെറുതെ ഒട്ടി നിന്നാൽ പോരാ. ഇൻ ലവ്, നമ്മൾ ഫെവിക്കോൾ, ക്വിക്ക് ഫിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന വ്യക്തികളെ, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്റെ നാമം അറിയാവുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ലാഗാഡിയ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്നും ഒരു വിമാനം പറന്നു പൊങ്ങി. ലാഗാഡിയ എയർപോർട്ടിന്റെ കുറച്ചിപ്പുറത്ത് മാറി ഒരു നദി ഒഴുകുന്നുണ്ട്, ഹഡ്സൺ നദി. അത് ന്യൂയോർക്ക് എന്ന് പറയുന്ന അമേരിക്കയിലെ സംസ്ഥാനത്താണ് ഈ ഹഡ്സൺ നദി. വിമാനം പറന്ന് എയർപോർട്ടിൽ നിന്നും പറന്നു പൊങ്ങിയതും ഒരു പക്ഷി വന്ന് വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഇടിച്ചു. വിമാനം പടേന്നൊരു ശബ്ദത്തോടുകൂടി വിമാനത്തിന്റെ എഞ്ചിൻ നിന്നു. പൈലറ്റിനൊരു കാര്യം മനസ്സിലായി, വിമാനത്തിന്റെ കൺട്രോൾ പോവുകയാണ്. വിമാനം ന്യൂയോർക്കിൽ പടുകൂറ്റൻ കെട്ടിടങ്ങളുള്ള സംസ്ഥാനമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, അമ്പരച്ചുംബികളുടെ നഗരമെന്നാണ്. പടുകൂറ്റൻ കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് എവിടെയെങ്കിലും ഈ വിമാനം ചെന്ന് തട്ടി വിമാനത്തിന്റെ അകത്തുള്ള നൂറുകണക്കിന് യാത്രക്കാർ ചാരമായി പോകും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടന്ന ജപമാല അദ്ദേഹം എടുത്തു. പൈലറ്റിന്റെ കോക്പിറ്റിന്റെ അകത്താണ് ഇരിക്കുന്നെങ്കിലും അദ്ദേഹം ജപമാല എടുത്ത് ഉയർത്തിപ്പിടിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈ പൈലറ്റായ സുള്ളൻ ബർഗർ യേശുവിനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന വ്യക്തിയായിരുന്നു. യേശുവിന്റെ നാമം അറിയാവുന്ന വ്യക്തിയായിരുന്നു. യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയായിരുന്നു. ഏതാണ്ട് 130 യാത്രക്കാരുടെ ജീവൻ തന്റെ കൈകളിലാണെന്ന് അറിയാവുന്ന സുള്ളൻ ബർഗർ യേശുവേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആകാശത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന വിമാനം രക്ഷിക്കുവാൻ മനുഷ്യർക്കാർക്കും പറ്റുകയില്ല, പട്ടാളക്കാർക്ക് കടന്നു വരാൻ പറ്റുകയില്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള അമേരിക്കൻ പട്ടാളത്തിനോ ചാരന്മാർക്കോ കടന്നു വരാൻ പറ്റുകയില്ല. അമേരിക്കന്റെ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടിയാൽ വിമാനം ചാരമാണ്. പ്രിയപ്പെട്ടവരെ, വിമാനം ഒരു കിളി ആടി ആടി പോകുന്നത് പോലെ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ കടന്നു പോവുകയാണ്. അത് ഹഡ്സൺ നദിയുടെ മുകളിലൂടെ വരുവാൻ തുടങ്ങി. ആയിരക്കണക്കിന് ജനങ്ങൾ തടാകത്തിന്റെ ചുറ്റും ഹഡ്സൺ നദിയുടെ ചുറ്റും തടിച്ചുകൂടി. വിമാനം ചാരമായി പോകാൻ പോവുകയാണ്. വലിയ പ്രാർത്ഥന ഉയർന്നു. തങ്ങളുടെ ബന്ധുക്കളും സ്നേഹിതരും ഒക്കെ വിമാനത്തിന്റെ അകത്തുണ്ട്. ഇതാ അമേരിക്കയിൽ ഒരു ദുരന്തം കൂടെ വരാൻ പോകുന്നു. എല്ലാവരും നിലവിളിക്കുമ്പോഴും യേശുവേ മറിയമേ, യേശുവേ മറിയമേ എന്നുള്ള 2 നാമങ്ങൾ സുള്ളൻ ബർഗറിന്റെ വായിൽ നിന്നും ഇത് ഉച്ചത്തിൽ ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വിമാനം കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. നിങ്ങൾക്കറിയാം, ചുട്ടുപടുത്തിരിക്കുന്ന വിമാനത്തിന്റെ എഞ്ചിൻ തണുത്ത വെള്ളത്തിലേക്ക് വന്ന് മുട്ടുമ്പോൾ വിമാനം വേണമെങ്കിൽ 2ആയിട്ട് പിളർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം
കരങ്ങളിൽ ജപമാലയുമായി, ഹൃദയത്തിൽ യേശുവിന്റെ നാമവുമായി, യേശുവിനോട് ഒട്ടി നിന്നുകൊണ്ട് 91-ാം സങ്കീർത്തനത്തിന്റെ വാഗ്ദാനത്തിൽ മുറുകെ പിടിച്ചു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവരെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയാവുന്നത് കൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഫയർ എഞ്ചിനുകൾ നിരന്നു നിന്നു, ബോട്ടുകൾ റെഡിയായി നിന്നു, പട്ടാളവും പോലീസും ഫയർഫോഴ്സും റെഡിയായി നിന്നു. വിമാനം കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് ഇറക്കി. ഒരു ബോട്ട് വന്ന് നിൽക്കുന്നത് പോലെ വിമാനം വെള്ളത്തിന്റെ മുകളിൽ വന്ന് നിന്നു. വിമാനം താഴുന്നില്ല, വിമാനം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുകയാണ്. 4 ഭാഗത്തുനിന്നും ബോട്ടുകൾ വന്നു. എക്സിറ്റുകൾ തുറക്കപ്പെട്ടു, ഡോറുകളെല്ലാം തുറക്കപ്പെട്ടു. ആളുകൾ എല്ലാവരും അതിന്റെ അകത്ത് നിറങ്ങി. എന്നിട്ടും ഈ മനുഷ്യൻ പുറത്തിറങ്ങുന്നില്ല. 130 യാത്രക്കാരും പുറത്തിറങ്ങിയതിനു ശേഷം കരങ്ങളിൽ ജപമാലയുമായി ഈ മനുഷ്യൻ ഇതാ വിമാനത്തിന്റെ അകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ടോയ്ലറ്റിന്റെ ഡോറുകൾ തുറന്ന് നോക്കുന്നു. ഓരോ സീറ്റിന്റെയും അടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ നോക്കുന്നു. ഒടുവിൽ വിജയ ശ്രീലാളിതനായി അദ്ദേഹം കരങ്ങളിൽ ജപമാലയുമായി പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ താക്കോല് നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചു. ഒറ്റ കാര്യം, അദ്ദേഹം സ്നേഹത്തിൽ യേശുവിനോട് ഒട്ടി നിന്നു. ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു. സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവന്റെ അപകട നിമിഷങ്ങളിൽ ഞാൻ അത്ഭുതമായി കടന്നു വരുമെന്നുള്ള സ്വർഗത്തിലെ പിതാവിന്റെ വാഗ്ദാനം നമുക്ക് ഓർക്കാൻ. പ്രിയപ്പെട്ടവരെ, 4-മതായി ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടുന്നത് എന്തിനാന്ന് നമുക്കറിയാമോ? നമ്മൾ ദൈവത്തെ വിട്ടോടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, അതിനു വേണ്ടിയിട്ട് ദൈവം വേലി കെട്ടുക. ബുക്ക് ഓഫ് ലാമെന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ എനിക്ക് ചുറ്റും മതില് കെട്ടി. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, മതില് പൊളിക്കുന്നവന് സർപ്പദംശനം ഏൽക്കേണ്ടി വരും, സർപ്പത്തിന്റെ കടി ഏൽക്കേണ്ടി വരും. മതില് പൊളിച്ചാൽ സർപ്പത്തിന്റെ കടി കിട്ടും. ദൈവം വാണിംഗ് തരിക. ദൈവം എനിക്കും നിങ്ങൾക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന മതില് നമ്മൾ പൊളിച്ചാൽ, സംരക്ഷണത്തിന്റെ മതില് പൊളിച്ച് പുറത്തു ചാടിയാൽ സർപ്പത്തിന്റെ കടി കിട്ടുമെന്നതിന്റെ അർത്ഥം പാമ്പിന്റെ കടി ഏൽക്കേണ്ടി വരും. നരകസർപ്പം എന്ന് വിളിച്ചിരിക്കുന്നത് പിശാചിനെയാണ്. പുരാതന സർപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ കാണുന്ന പിശാച്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സംരക്ഷണ മതിൽ എന്ന് പറയുന്നത് വചനമാണ്. ദൈവത്തിന്റെ വചനമാകുന്ന മതിലിനെ പൊളിച്ച് പുറത്തിറങ്ങിയാൽ പാമ്പ് കാത്തു നിൽക്കുന്നുണ്ട്, പിശാച് കാത്തു നിൽക്കുന്നുണ്ട്, കൊത്തുവാൻ, വിഷം തരുവാൻ. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങൾ വളരെ സൂക്ഷിക്കണം, സംരക്ഷണത്തിന്റെ മതിൽ പൊളിച്ച് പുറത്ത് ചാടരുത്. തമിഴ്നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ക്ലിഫർട്ട് കുമാർ. മെഡിക്കൽ ജോലി രാജിവെച്ച് ദൈവത്തിന്റെ സുവിശേഷം പറയുന്ന മകനാണ്. ENT സർജനാണ്. ക്യാൻസറിൽ നിന്നും ഈശോ സുഖപ്പെടുത്തിയ മകനാണ്. അദ്ദേഹത്തെ ഒരിക്കൽ ഒരു വീട്ടുകാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, സാർ, ഞങ്ങളുടെ വീട്ടിൽ രാത്രിയാകുമ്പോൾ എന്നും 2 പാമ്പ് വരും. 2 വർഷമായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്തിട്ടും രക്ഷയില്ല. ഞങ്ങൾ ഈ വീട് സ്ഥലം വിട്ട് പോകാൻ പോവുകയാണ്. ഡോക്ടർ ക്ലിഫർട്ട് കുമാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങും പോകേണ്ട കാര്യമില്ല. ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പും വരികയില്ല. അദ്ദേഹം ആ പാവപ്പെട്ട വീടിന് ചുറ്റും, പ്രിയപ്പെട്ടവരെ, വേലി പോലും കെട്ടാൻ പൈസ ഇല്ലാത്ത പാവപ്പെട്ട വീടിന് ചുറ്റും അവരുടെ കൃത്യം വീടിന്റെ പറമ്പിന്റെ അളവെടുത്തിട്ട് തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് കൈകളിൽ ബൈബിളുമായി ഒരു വൃത്തം വരച്ചു. വൃത്തം വരയ്ക്കുന്ന സമയത്ത് 3 സെന്റ് സ്ഥലം, ആ 3 സെന്റ് സ്ഥലത്തും അദ്ദേഹം വൃത്തം വരച്ചു. വൃത്തം വരയ്ക്കുമ്പോൾ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വൃത്തം വരച്ചു. പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം കടന്നുപോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. 2 പാമ്പുകൾ ആ വൃത്തത്തിന് തൊട്ട് പുറത്തായി ചത്തു കിടക്കുന്നു. പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക്, വീട്ടിലേക്ക് പാമ്പുകൾ വന്നിട്ടില്ല. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്, ജീവനുള്ള ദൈവമാണ്, സകലത്തിന്റെ മേൽ അധികാരമുള്ളവനും നമ്മളെ കരങ്ങളിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്നവരും എല്ലാറ്റിന്റെ മേൽ വിജയം നൽകുന്നവരുമായ കർത്താവ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. ഈ വേലി നമ്മൾ പൊളിക്കരുത്. അനുസരണക്കേട് കാണിച്ച് വേലി പൊളിച്ചാൽ പുറത്ത് പാമ്പ് കാത്തു നിൽക്കുന്നു, സാത്താൻ കാത്തു നിൽക്കുന്നു. വിശുദ്ധിയോടെ ജീവിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. ജോബിന്റെ പുസ്തകം 1:10. ഈ വേലിക്കായി നന്ദി പറയുന്നു. ഈ വേലി പൊളിച്ച് ഒരിക്കലും പിശാചിന്റെ കോട്ടയിൽ ചെന്ന് ചാടാതിരിക്കുവാൻ അവിടെ നീ ഞങ്ങളെ സഹായിക്കണമേ. എന്നും അങ്ങയോട് ഒട്ടി നിൽക്കുവാനും സ്വർഗത്തിന്റെ മകനും മകളുമായി ജീവിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വീഴുമ്പോൾ കൃപയാൽ ഞങ്ങളെ പൊക്കിയെടുക്കണമേ. കുമ്പസാര കൂട്ടിലേക്ക് നയിക്കണമേ, ക്രൂശിലേക്ക് നയിക്കണമേ, യേശുവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.